വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ മാറ്റണമെങ്കിൽ കേരളത്തെ അറിവുള്ള ഒരു സമൂഹമായിട്ട് മാറ്റണം. അതുപോലെ തന്നെ വിജ്ഞാന ഭാഷ എന്ന നിലയിൽ മലയാളം നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും അതിൻ്റെ സാധ്യതകളെ തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് ഈ പാഠഭാഗത്തിൻ്റെ ലക്ഷ്യം. പണ്ടുള്ള കേരളീയ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ സ്ഥിതിയിലേക്ക് മാറാനായിട്ട് കേരളം മുറുകെ പിടിച്ച 5 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ശാസ്ത്രബോധം, യുക്തിചിന്ത, മതനിരപേക്ഷത, സാമൂഹിക നീതി, ജനാധിപത്യ മൂല്യങ്ങൾ. പക്ഷേ ഇന്ന് ഈ മൂല്യങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ നേരിടേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശാസ്ത്രം പഠിക്കണം, സയൻസ് പഠിക്കണം. ഇന്ന് ഒരുപാട് അറിവുകൾ സമൂഹത്തിൽ നിർമ്മിക്കുന്നുണ്ട്. ആ അറിവുകൾ അങ്ങനെ നിർമ്മിച്ചാൽ മാത്രം പോരാ, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കൂടി ചെയ്യണം. നമ്മുടെ സമൂഹത്തെ എത്രയും പെട്ടെന്ന് എന്താക്കണം? അറിവുള്ള സമൂഹമായിട്ട് മാറ്റണം. ഇന്ന് IT സാധ്യത ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. IT വന്നതോടുകൂടി അറിവ് എല്ലാവരിലേക്കും എത്തിയെങ്കിൽ കൂടിയും ഡിജിറ്റൽ അസമത്വം എന്ന് പറയുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട്. എന്താണ് ഈ ഡിജിറ്റൽ അസമത്വം? എല്ലാവർക്കും ഈ സാങ്കേതിക വിദ്യ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. ചില ആളുകൾക്ക് ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി ഒരു ഘടകമാണ്, വിദ്യാഭ്യാസം ഒരു ഘടകമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാവർക്കും ഒരുപോലെ എന്ത് കിട്ടില്ല? ഈ ഡിജിറ്റൽ സാധ്യത ഉണ്ടാവില്ല എന്നതാണ്. അതാണ് ഈ ഡിജിറ്റൽ അസമത്വം എന്ന് പറയുന്നത്. ഒരുപാട് പൈസയുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ അറിവ് ഉപയോഗിച്ചിട്ട് സമ്പത്തും അതുപോലെ തന്നെ സമ്പത്ത് ഉപയോഗിച്ച് അറിവും ഉണ്ടാക്കുന്നുണ്ട്. ഈ പൈസ ഇല്ലാത്ത രാജ്യങ്ങൾ എന്ത് സംഭവിക്കും? അവർ ആ ഒരു കാര്യത്തിൽ പിറകിലായിട്ട് പോവും. പിന്നെ ഒരു സമൂഹം വിജ്ഞാന സമൂഹമായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന സാക്ഷരതയുണ്ടാവണം, ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാവണം, വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം ഉണ്ടാവണം, ശക്തമായ സാമൂഹിക സുരക്ഷാ ശൃംഖല വേണം. ഈ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ കേരളത്തിനുണ്ട്. കേരളം എന്ന് പറയുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയാണ്. പക്ഷേ നമ്മളെ ഭരിക്കുന്ന അധികാരികൾക്ക് ഇച്ഛാശക്തിയും നല്ല കാഴ്ചപ്പാടും ഉണ്ടായാൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തന്നെ കേരളം ഒരു മാതൃകയായിട്ട് മാറും. ഇനി എന്താണ് വിജ്ഞാന ഭാഷ എന്ന് ചോദിച്ചാൽ പുതിയ അറിവുകളെ ഒരു ഭാഷയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ ഒരു ഭാഷ വിജ്ഞാന ഭാഷയായിട്ട് മാറുന്നു. നമ്മുടെ അറിവിൻ്റെ മേഖലകൾ ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. പുതിയ അറിവുകളെ ഉൾക്കൊള്ളാൻ സാധാരണ ഭാഷ നമുക്ക് പോരാ. നമ്മൾ കൈകാര്യം ചെയ്യുന്ന മേഖലയ്ക്കനുസരിച്ച് നമ്മുടെ ഭാഷയിലും എന്ത് ചെയ്യണം? മാറ്റങ്ങൾ വരുത്തണം. പുതിയ പുതിയ പദങ്ങൾ കൊണ്ടുവന്നും അതിനനുസരിച്ച് ഭാഷാ പ്രയോഗങ്ങൾ നടത്തിയും ശാസ്ത്രത്തിനും സാങ്കേതികതയ്ക്കും വേണ്ടിയിട്ട് ശബ്ദാവലികൾ, അതായത് വാക്കുകളുടെ ഒരു സമാഹാരങ്ങളൊക്കെ നിർമ്മിക്കുകയും അതുപോലെ തന്നെ നിലവാരമുള്ള ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തും ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളുടെ മൂലഗ്രന്ഥങ്ങൾ തയ്യാറാക്കിയുമൊക്കെ ഒരു ഭാഷയെ വിജ്ഞാന ഭാഷയാക്കിയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മുടെ മലയാളം എങ്ങനെയാണ് ഒരു വിജ്ഞാന ഭാഷയായിട്ട് മാറുന്നത്? പുതിയ അറിവുകൾ മലയാളത്തിൽ ഉണ്ടായാൽ മറ്റു ഭാഷകൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരും. അതുപോലെ തന്നെ മലയാളം പുസ്തകങ്ങൾ മറ്റു ഭാഷകൾ വിവർത്തനം ചെയ്താൽ നമ്മുടെ ഭാഷ ലോകരാഷ്ട്രങ്ങളിൽ എന്ത് ചെയ്യും? വളരും എന്നാണ് പറയുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ അറിവാണ് കൂടുതൽ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹം അറിയപ്പെടുന്നത് വൈജ്ഞാനിക സമൂഹം എന്നാണ്. AI, റോബോട്ടിക്സ്, ജീനോമിക്സ്, നാനോ ടെക്നോളജി എന്നിവ മനുഷ്യരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 1970-കൾക്ക് ശേഷമാണ് ഒരു വൈജ്ഞാനിക സമൂഹം ഉണ്ടാകുന്നത്. 80-കൾക്ക് ശേഷം അത് കൂടി. ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ തിരിച്ചറിയുന്നതും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തെയും ഭാഷയെയും ഉൾക്കൊള്ളുന്നതുമാണ് വൈജ്ഞാനിക സമൂഹം എന്ന് പറയുന്നത്. ഈ വൈജ്ഞാനിക സമൂഹത്തിൽ എന്താണ്? ഉണ്ടായ അറിവ് എല്ലാവരിലേക്കും എത്തിക്കുക മാത്രമല്ല, പുതിയ അറിവിനെയും പഴയ അറിവിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തുക കൂടി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ സമൂഹം മുൻകാല വൈജ്ഞാനിക സമൂഹത്തിൽ നിന്ന് എങ്ങനെ വേറിട്ടു നിൽക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് യുനെസ്കോ പറയുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസ അവകാശത്തിനുള്ള സ്വാതന്ത്ര്യം, സമൂഹത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ സ്വതന്ത്രമായിട്ട് പങ്കുചേരാനുള്ള അവകാശം, ഇതെല്ലാം ഇന്നത്തെ സമൂഹത്തിനുണ്ട്. അതുപോലെ തന്നെ അറിവ് നിർമ്മിക്കാനും പ്രയോഗിക്കാനും തിരിച്ചറിയാനും ഉൽപ്പാദിപ്പിക്കാനും ക്രമീകരിക്കാനും പരിവർത്തിപ്പിക്കാനും പ്രസരിപ്പിക്കാനും ശേഷിയുള്ള സമൂഹമാണ് വൈജ്ഞാനിക സമൂഹം. ബഹുത്വം, കൂട്ടിച്ചേർക്കൽ, ഐക്യപ്പെടൽ, പങ്കാളിത്തം എന്നിവ വൈജ്ഞാനിക സമൂഹത്തിന് ആവശ്യമാണ്. ലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട്, സംസ്കാരങ്ങളുണ്ട്. അവയെല്ലാം നമ്മൾ സംരക്ഷിക്കണം. പ്രാദേശിക ഭാഷകളെയും കൂടി നമ്മൾ സംരക്ഷിക്കണം. കേരളം ഒരു വൈജ്ഞാനിക സമൂഹമായിട്ട് മാറണമെങ്കിൽ ഒരുപാട് അറിവ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടണം. ഒരു വിഷയത്തിൽ തന്നെ ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്വന്തം ഭാഷയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോഴേ നമ്മുടെ അറിവ് വികസിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മാതൃഭാഷ പഠിക്കണം. പുതിയ അറിവുകളെ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ നമ്മുടെ മലയാള ഭാഷയെ മാറ്റണം. എങ്കിൽ മാത്രമേ കേരളം ഒരു വൈജ്ഞാനിക ഭാഷയായിട്ട് മാറുകയുള്ളൂ.